ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തിയത് ഉചിതമായ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുക. വയനാട് രാഹുൽ ഗാന്ധി ആരെയും വഞ്ചിച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇടതുവശത്തുകൂടി പോവുകയായിരുന്ന ബൈക്ക് യാത്രികൻ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തൃശൂരിൽ TN പ്രതാപനെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തിയത് ഉചിതമായ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് മുഴുവൻ വർഗീയതയ്ക്കെതിരെ പോരാട്ടം നടത്തുന്നവരാണ് പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കേരളം. വയനാട് മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും സ്വീകരിക്കും. അവർ ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയാണ്. ഭയമില്ലാതെ, ഭീതിയില്ലാതെ, വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും UDF ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൽ. എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കാൻ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുകയാണ്. ഉചിതമായ തീരുമാനമാണ്, ആഹ്ലാദകരമായ തീരുമാനമാണ്. വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം. TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തൃശൂരിൽ TN പ്രതാപനെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജില്ലയിലെ നേതാക്കളോട് വിവരങ്ങൾ തേടുമെന്നും DCCയിലെ കൂട്ടത്തല് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ KC ജോസഫ്. KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തൃശൂരിൽ TN പ്രതാപനെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. DCC ഓഫീസിന് മുന്നിലും തൃശൂർ പ്രസ് ക്ലബിന് സമീപത്തുമാണ് രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. TN പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമെന്നും RSS സംഘപരിവാർ ഏജന്റായ പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന TN പ്രതാപൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗൾഫ് ടൂറും ബിനാമി കച്ചവടങ്ങളും നടത്തിയതായും പോസ്റ്ററിൽ ആരോപണമുണ്ട്. മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്, R ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് എന്നിവർ ഉൾപ്പെട്ട 3-അംഗ സമിതിയാണ് KPCC നിർദ്ദേശപ്രകാരം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. DCCയിലെ കൂട്ടത്തല്ല് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ KC ജോസഫ് പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും നേതാക്കളെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുമെന്നും KC ജോസഫ് അറിയിച്ചു. പോസ്റ്റർ പതിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിന് താഴെ സർവീസ് റോഡിലെ കിച്ചൺ ഫ്രഷ് റെസ്റ്റോറൻറ്റിന്റെ ജോലിക്കാരുടെ താമസ സ്ഥലത്ത് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. മുറിയിലെ AC ഇരുന്ന ഭാഗത്തു നിന്നും ജനാല വഴി പുക ഉയരുന്നത് കണ്ട് സമീപത്തെ ഷോപ്പിലെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് ആദ്യം കണ്ടത്. തുടർന്ന് ഉടമകളെയും സമീപമുള്ളവരെയും ഫോണിൽ അറിയിച്ച ശേഷം ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു.
നാട്ടുകാരിൽ ഒരാൾ പരിഭ്രമത്തിൽ ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ ഇരിഞ്ഞാലക്കുടയിലേക്ക് പോവുകയും അവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് കണക്ട് ചെയ്യുകയുമായിരുന്നു. ഫയർഫോഴ്സ് നമ്പർ ഇപ്പോഴും ആളുകൾ ശ്രദ്ധിക്കണമെന്നും ഇല്ലെങ്കിൽ അപകട സമയത്ത് ഫയർഫോഴ്സിന് കൃത്യമായ ഇടപെടൽ നടക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുമെന്നും ഇത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡുകളിൽ മാസങ്ങളായി വഴിവിളക്കുകൾ തെളിയാത്തതിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതുമൂലം ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിൽ ഉള്ളതെന്നും BJP. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതുമൂലം ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിൽ ഉള്ളതെന്നും കൊടുങ്ങല്ലൂരിൽ ഹൃദയഭാഗത്ത് സർക്കിൾ ഓഫീസിന് പരിസരത്ത് മാസങ്ങളോളമായി കാനയിലെ ദുർഗന്ധം വമിക്കുന്ന ജലം പൊട്ടിയൊഴുകുകയും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണുള്ളത്. അവസരത്തിലും ഇതിന് കൃത്യമായി പരിഹാരം കാണാൻ ശ്രമിക്കാത്ത ഭരണാധികാരികൾക്കാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉള്ളതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, ശാലിനി വെങ്കിടേഷ്, ശിവറാം, വിനീത ടിങ്കു, മറ്റു സഹ കൗൺസിലർമാരും പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇടതുവശത്തുകൂടി പോവുകയായിരുന്ന ബൈക്ക് യാത്രികർ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സനീഷ് കുമാർ ജോസഫ് MLAയുടെ പ്രതിഭാ പുരസ്കാര വിതരണം നടന്നു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 1300 വിദ്യാർത്ഥികളെയും 35 വിദ്യാലയങ്ങളെയും പുരസ്കാരം നൽകി ആദരിച്ചു. SSLC, +2 തുടങ്ങി പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കൊരട്ടി സ്വദേശി ദേവദർശൻ R നായർ, കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് MM വേദാന്തത്തിൽ 2ാം റാങ്ക് നേടിയ ലിൻഡ ജോയ്സൺ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. BJP തൃശൂരിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥാപിക്കുന്നതിനായി ശില്പി രവീന്ദ്രൻ ശില്പശാല നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ തേക്കിൻ കൊത്തിയ പൂർണ്ണകായ പ്രതിമ BJP നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഏറ്റുവാങ്ങി. പ്രശസ്ത ശില്പി രവീന്ദ്രന്റെ വെമ്പല്ലൂർ ശംഖു ബസാറിലെ സ്വവസതിയിലെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമ ഏറ്റുവാങ്ങിയത്. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, BJP എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി, ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ, അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ, LK മനോജ്, പ്രിൻസ് തലാശ്ശേരി, മുരുകദാസൻ, BJP വെമ്പല്ലൂർ ഏരിയ പ്രസിഡന്റ് വിപിൻ ശാന്തി, ഗ്രാമസഭാ മെമ്പർമാരായ രേഷ്മ വിപിൻ, പ്രകാശിനി മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം കൈമാറി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ സഹായത്തോടെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇലക്ട്രിക് വാഹനം വാങ്ങിയത്. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വാഹനം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി ഫ്ലാഗ് ഓഫ് ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗാർഹിക മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പോർട്ടബിൾ ബയോബിൻ വിതരണം ചെയ്തു. 15,40,000 രൂപ ചെലവിട്ട് 325 പേർക്കാണ് ബയോബിൻ വിതരണം ചെയ്തത്. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷതയായി. IRTC ജില്ലാ കോർഡിനേറ്റർ V പ്രമോദ് പദ്ധതി വിതരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവഞ്ചിക്കുളം ശാഖ ഹിന്ദു സാമ്രാജ്യ ദിനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ഡോക്ടർ പവൻ C രുദ്രൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയംസേവക് ജില്ലാ സമ്പർക്ക പ്രമുഖ
അഡ്വക്കേറ്റ് ടി കെ മധു സന്ദേശം നൽകി. ബാലഗോകുലം ജില്ലാ കാര്യദർശി സുനിൽ മേത്തല, മണ്ഡലം സേവാ പ്രമുഖ് അനിരുദ്ധൻ എന്നിവർ നേതൃത്വം നൽകി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. അനാപ്പുഴ ഗ്രാമദീപം ക്ലബ്ബും പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയും ചേർന്ന് പാലിയന്തുരുത്തിലെ GLPS വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈ വിതരണം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക TR സെൽവി കുട്ടികൾക്ക് വൃക്ഷത്തൈ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. VR സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, ഗ്രാമദീപം ക്ലബ്ബ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, പൗർണമി, PS ലാൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തിയത് ഉചിതമായ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുക. വയനാട് രാഹുൽ ഗാന്ധി ആരെയും വഞ്ചിച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇടതുവശത്തുകൂടി പോവുകയായിരുന്ന ബൈക്ക് യാത്രികൻ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തൃശൂരിൽ TN പ്രതാപനെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.